ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ 12-ാമത്തെ അധ്യായമായിട്ട് ഭക്തിയോഗമാണ് നോക്കുന്നത്. അപ്പം ഭക്തിയോഗം എന്നതിലൂടെ യഥാർത്ഥത്തിൽ വേദപുരാണ ഉപനിഷത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം എന്നെല്ലാം പറയുന്നത് എന്താണ് ഭക്തി, ഭക്തിയുടെ രൂപം എന്താണ്, ഭാവം എന്താണ്, മനുഷ്യരെങ്ങനെ പ്രവർത്തിക്കണം, എന്താണ് ആത്മീയത, ആത്മീയത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാമാണ് ഈ ഭക്തി യോഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഓരോ വരിയും അതിൻ്റെ അർത്ഥങ്ങളും പറയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ആ രൂപത്തിലാണോ ആത്മീയതയെ കാണുന്നത്, ഭക്തിയെ കാണുന്നത് എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നോക്കണം. നമുക്ക് അപ്പോൾ അധ്യായത്തിലേക്ക് പോകാം. ഒന്നാം അധ്യായത്തിലെ 1-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. 1-ൽ എന്താണ് പറയുന്നത്? അർജുനൻ ഇങ്ങനെ എപ്പോഴും അങ്ങിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങേ ഉപാസിക്കുന്നവരാണോ, അവ്യക്തമായ അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് അധികം യോഗജ്ഞാനമുള്ളവർ? അർജുനൻ അപ്പോൾ അറിയേണ്ടത് അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനെ കയ്യും കാലും ഒന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ബ്രഹ്മം എന്താണെന്ന് ഇപ്പം ശാസ്ത്രലോകമല്ല, ബ്രഹ്മം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതാണ് ബ്രഹ്മം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം ഏതോ ഒന്നിൽ നിന്നാണ് ഉണ്ടായത്. അല്ലാതെ അവിടെ അള്ളയും അഹോവയും മറ്റേ ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമൊന്നുമില്ല. എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ ഒന്നിലാണ്. അതിന് രൂപവും ഇല്ല, ഭാവവും ഇല്ല, ഒരു ഗുണവും ഇല്ല. അത് ജനിച്ചവനല്ല, ഒരിക്കലും ജനിക്കാനും പോകുന്നില്ല. അതിന് പേര് പോലും ഇടുന്നതിൽ അക്ഷരബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരങ്ങളിൽ വെച്ചുകൊണ്ട് ഓരോ ആളും ഓരോ പേര് കൊടുക്കും, അത്രയല്ലാതെ അതെല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ മക്കളാണ് ലോകം മുഴുവൻ ഉള്ളത്. അങ്ങനെ ഒരു ലോകം സ്ഥാപിക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലോകം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ധർമ്മയുദ്ധം നടത്തിയത്. ലോകമാകുന്ന കുരുക്ഷേത്രത്തിൽ ധർമ്മയുദ്ധം സ്ഥാപിച്ചത് ആ ഒരു ലോകമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഏത്? മഹാഭാരത യുദ്ധത്തിലൂടെ. അതിനാണ് കൃഷ്ണനാകുന്ന കാലം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ആ ധർമ്മം, മനുഷ്യരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ആ ഒരു ശരിയായ ധർമ്മത്തെയാണ് ആത്മീയം, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് ഒരു പ്ലാനുണ്ട്. ലോകം ഒരു സുന്ദരമായ ഇങ്ങനത്തെ ഒരു ലോകമുണ്ടാക്കണം. ആ പ്ലാനിനാണ് ആത്മാവ് എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്. നമ്മിൽ കുറച്ച് ധർമ്മങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ സബ് പ്ലാനാണ് നമ്മിലുള്ളത്. അപ്പോൾ ആ ലോക പുരോഗതിയാവുന്ന കർമ്മത്തിൽ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത് കർമ്മം ചെയ്യാനാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ തത്വമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ എന്താ ചോദിച്ചത്? അങ്ങിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അപ്പം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശക്തി വിജയനം ഒരു കർമ്മം ചെയ്യാനാണ്. അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക. അതാണോ ജ്ഞാനം നേടാൻ ശ്രേഷ്ഠം? അല്ല, ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തിയെ മനസ്സിലാക്കാൻ. അത് ശാസ്ത്രലോകം ചെയ്യുന്നുണ്ട്. അവർ പിന്നെ കർമ്മമൊന്നും ചെയ്തിട്ടില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലെല്ലാം വിട്ടു നിന്നിട്ട് പോകുന്നവരുമുണ്ട്. ഇവിടെ ഒരു കർമ്മം ഇല്ലാതെ ആകുമ്പോൾ പിന്നെ ഉള്ളവർ ബ്രഹ്മം എന്താണെന്നുള്ള ചിന്തയിൽ അങ്ങനെ അങ്ങ് പോകും. ആ ബ്രഹ്മജ്ഞാനം ഇതിലേതാണ് ശ്രേഷ്ഠരെന്ന് ചോദിക്കുകയാണ് അർജുനൻ. അപ്പോൾ കൃഷ്ണൻ 2, 3, 4 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്നിൽ വിശ്വാസം അർപ്പിച്ച്, അതാണ് ഞാനാണ്, ഈ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ബ്രഹ്മത്തിനൊരു ലക്ഷ്യമുണ്ട്, അതാണ് ആത്മാവ്. അതിൽ പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. ആ ആത്മാവിൻ്റെ ആ പ്ലാനിൻ്റെ അടിസ്ഥാനിച്ച്
നമ്മളും പ്രവർത്തിക്കുക. അപ്പം ലോകം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വസുദേവ കുടുംബത്തിലേക്ക് ശ്രമിക്കുന്നുണ്ട്. ആ ഇതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, എന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, എന്നെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നതാണ്, എനിക്കായിക്കൊണ്ട് ജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്നതാണ് എൻ്റെ അഭിപ്രായം. എന്നെ ഉപാസിച്ചുകൊണ്ടും എന്നിൽ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മമാണ് ഈ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതെല്ലാം അതാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കർമ്മം എന്താണോ അത് ഞാൻ ചെയ്യിക്കുക. അതാണ് ഉപാസന. ആ ശക്തിക്ക് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ആ ലോക പുരോഗതിക്കായിട്ട് വേണ്ടിയിട്ട് കാലത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ്. അതാണ് ശ്രേഷ്ഠമെന്ന് എൻ്റെ അഭിപ്രായം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരുടെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ എടുക്കാം. അവിടെ ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 99% ആൾക്കാരും ജനിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അപ്പോൾ അവർക്ക് മറ്റേ വഴി പറഞ്ഞതല്ല. അത് കുറച്ചു പേർക്കേ ഉള്ളൂ. ഐൻസ്റ്റീനെ പോലെയുള്ള കുറച്ചു പേര് അതുണ്ട്. ശാസ്ത്രതത്വം നോക്കി പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പോയവർ അത് കുറച്ച് എണ്ണാവുന്നവരാണ്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പോകുന്ന ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാ ലോക പുരോഗതിയിൽ പങ്കെടുത്തുകൊണ്ട് കർമ്മം ചെയ്യുകയാണ് 99.99 ആൾക്കാർക്ക്. വേദവ്യാസനെ പോലെയുള്ള കുറച്ച് പേരുണ്ട്. അവരെല്ലാം അത് മനസ്സിലാക്കി എഴുതി വെച്ചവരുണ്ട്. പക്ഷെ അവരോടൊന്നും സാധാരണ ജനങ്ങൾ ഭൂരിപക്ഷം പേർക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് തന്നെയാണ് ശ്രേഷ്ഠം. ലോക നന്മക്കായിക്കൊണ്ട് പ്രവർത്തിക്കുക, ലോകത്തെ ഒന്നായിക്കൊണ്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ചിലവർക്ക് കർമ്മം തീരുമ്പോൾ അവരും പോകും. അത് കർമ്മം തീരുന്നവരാണ്, അവരങ്ങ് പോയിക്കോളും. ഇപ്പം നമ്മളെയൊന്നും കർമ്മം തീർന്നിട്ടില്ല. തീർന്നവർക്ക് പിന്നെ ആഗ്രഹമൊന്നും ഉണ്ടാക്കില്ല. അവർ എല്ലാം വിട്ടെറിഞ്ഞിട്ട് അങ്ങ് പോകും. എവിടെയെങ്കിലും പോയിട്ട് ശരണമയം ബ്രഹ്മമെന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഗുഹയിലാറ്റം പോയിരുന്നിട്ട് അവരെ ശിഷ്ട ജീവിതമില്ലാത്തങ്ങ് ഉപാസിക്കും. അങ്ങനെയുള്ളവരെല്ലാവരും ഇവിടെ ജനിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് എന്തോ യാതൊന്നിന് നാശമില്ലാത്തത്. അപ്പം ബ്രഹ്മത്തെ പറ്റി പറയണം, അതിന് നാശമില്ല. പിന്നെയോ ഇന്ന വിധമെന്ന് വിവരിക്കുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും പറ്റില്ല. അതെങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഏതോ ഒരു സംഗതിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അതിൻ്റെ രൂപം എന്താണ്? അതിൻ്റെ രൂപമില്ല. ഏത് രൂപത്തിലാണുള്ളത് എന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ആ വഴിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നും അതിനെ മനസ്സിലാക്കാനില്ല. നമ്മൾ ഒന്നേ ചെയ്യാനുള്ളൂ. എന്തോ ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ചിന്തിക്കാൻ. പിന്നെ അതിനത് പറ്റി എനിക്ക് ഗാഠമായി ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. ശാസ്ത്രലോകം അവിടെ മതിയാക്കി നിർത്തി. പിന്നെ അവ്യക്തമാണ്, അത് വ്യക്തമല്ല. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പോയിട്ട് എവിടെ എത്താനാണ്? സർവവ്യാപിയാണ്. അതില്ലാതെ ഒരു സ്ഥലമില്ല. ലോകം മുഴുവൻ അത് തന്നെയാണ്. പിന്നെ ചിന്തിച്ചറിയാൻ പ്രയാസമാണ്. അതൊന്നും ചിന്തിച്ചറിയാനും പറ്റില്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെപ്പറ്റി അതിനൊരു മാറ്റവും വരുന്നില്ല. പിന്നെയോ അനാദിയായ ബ്രഹ്മത്തെ ഭജിച്ച്, അങ്ങനെ ആരെങ്കിലും അതിനെ ഭജിച്ച് ഇന്ദ്രിയത്തെ അടക്കി, അതായത് നമ്മളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എല്ലാം വിട്ടു. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. വിട്ട് സർവഭൂതങ്ങൾക്കും നന്മ ചെയ്യുവാനുള്ള താല്പര്യത്തോടു കൂടി. ഇത് വിട്ടാലും പോരാ, സർവ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുക എന്ന ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഒരാളും വിവരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. വേദവ്യാസം പോലും വിവരിച്ചിട്ടില്ല. എന്തോന്നുണ്ട് അതിനെ കാണാനും പറ്റൂല, കേൾക്കാൻ പറ്റും. ഇത്രയും വേദവ്യാസം പറഞ്ഞിട്ടുള്ളൂ. ആധുനിക സയൻസും
അവിടെ അങ്ങനെ തന്നെയാണ് പോകുന്നത്, അതിനെ മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അതിനെപ്പറ്റി എന്താ ചിന്തിക്കാനുള്ളത്? ആത്മീയത വെച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ എന്താ കിടക്കുന്നത്? അതിനെപ്പറ്റി പലവരും ആത്മീയ ബ്രഹ്മത്തെപ്പറ്റി ഈശ്വരനെ പറ്റി വിവരിക്കാൻ വ്യാഖ്യാനിച്ച് അടക്കുകയാണ്. എവിടെ വ്യാഖ്യാനിക്കാൻ പറ്റാനാണ്? രൂപവും ഭാവവും ഇല്ലാതെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? എന്തോന്നുണ്ട് അതിൽ നിന്ന് വന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ആ വഴിക്ക് എനിക്ക് ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല, അതിലേക്ക് എത്താൻ പറ്റില്ല. എത്തേണ്ടതിടത്തോളം സയൻസ് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അപ്പുറമുള്ളത് ഋഷികൾ പറയുന്ന ഈ തരത്തിൽ മനസ്സിലാക്കിക്കൊള്ളുക. ഒരു സംഗതി ഉണ്ടായിരുന്നു, അതിന് രൂപവും ഭാവമില്ലാതെ ഒരിക്കലും ജനിക്കാനും പോകുന്നില്ല. അത് ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി. മറ്റേ നേരത്തെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഏതോ ഒരു ഭൂതം ഉണ്ടായിരുന്നു. ഭൂതം എന്തായി? കുട്ടികൾ പറഞ്ഞ് നമുക്ക് കാണണമെന്ന് പറഞ്ഞാൽ ചാത്തുണ്ണി മാസ്റ്റർ രൂപത്തിൽ ഇങ്ങ് വന്നു, ഒരു പ്രപഞ്ച രൂപത്തിൽ ഇങ്ങ് വന്നു, തിരിച്ചും പോകുന്നുണ്ട് ചിലപ്പോൾ. അത്രയേ ചിന്തിക്കുക. അത് മനസ്സിലാക്കാൻ വലിയ സിനിമയിൽ അത് മനസ്സിലാക്കാൻ വലിയ പാടുണ്ട്. ഏതോ ഒരു അജ്ഞാതമായ ഭൂതം ഉണ്ടായിരുന്നു, അതിങ്ങനെയായിട്ട് വന്നു. അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതേ ആത്മീയതയുള്ളൂ, അല്ലാതെ ആത്മീയതയിൽ വേറെ ഒരു ചുക്കുമില്ല. പിന്നെ നമ്മളെ ധർമ്മം എന്താണ്? ഇതെന്തിനാണോ വന്നത്, അപ്പം അതിനൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കണം. ആ കുടുംബം ഉണ്ടാക്കണം, അതാണ് അവസാനം എത്തിക്കുന്നത്. അത് മഹാഭാരത യുദ്ധത്തിലൂടെയാണ്. അതാണ് ധർമ്മയുദ്ധം. ആ ധർമ്മയുദ്ധത്തിൽ എത്തിക്കാൻ പോകുന്ന ലോകമാണിത്, വസുദേവ കുടുംബം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. 3-4 ലോകമഹായുദ്ധത്തിൽ എത്താൻ പോകുന്ന അവിടത്തേക്കാണ്. കാലം അവിടത്തേക്കാണ് എത്തിക്കാൻ പോകുന്നത്. എങ്ങനെയുള്ള ലോകത്തിൽ? അപ്പം സർവ ഭൂതങ്ങളെയും നന്മ ചെയ്യുവാൻ, അപ്പം എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു ചിന്താഗതി ഉണ്ടാവണം. അല്ലാതെ മനുഷ്യനെ വ്യത്യസ്തമായി കാണാൻ പാടില്ല. എല്ലാവർക്കും നന്മ വരണേ എന്നുള്ള ചിന്തയോടുകൂടി വേണം അതിനെ ധ്യാനിക്കാൻ. ബ്രഹ്മത്തെ നമുക്ക് എല്ലാവരും വരുന്ന ചിന്തയൊന്നും വരില്ല. നമ്മളെ ആൾക്കാർ സനാതന ധർമ്മം. എന്ത് സനാതന ധർമ്മം? സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പം സനാതന അല്ലാതെ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. സനാതന അല്ലാതെ, സനാതന ധർമ്മത്തിൻ്റെ ആൾക്കാർ കുറച്ചും സനാതന അല്ലാതെ കുറച്ച് ആൾക്കാർ. അപ്പം അവിടെ തന്നെ പാളി രണ്ടായി കണ്ടു. എല്ലാം രണ്ടായിട്ട് മാത്രമൊന്നുമല്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇങ്ങനെ 3ആയി തിരിച്ചു. പിന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെ പോയി. പിന്നെ തമിഴന് മലയാളി. കേരളത്തിൽ തന്നെയാണ് വടക്കേ മലബാറുകാർ, കൊല്ലക്കാർ, തിരുവനന്തപുരക്കാർ എന്നൊരു ഒരു പ്രത്യേക ടൈപ്പാണ്, കണ്ണൂർക്കാർ വേറൊരു ടൈപ്പാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആളെ തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം. വേദങ്ങൾ എല്ലാത്തിലും നന്മ ഉദ്ദേശിച്ച് മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെ നമ്മൻ്റെ ഹക്ക് നന്മ എന്ന നിലയിലേക്ക് അർത്ഥപ്പതിച്ചിട്ട് പറയുകയാണ് ഇതാണ് ആത്മീയം, ഇതാണ് സനാതന ധർമ്മം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള താല്പര്യത്തോടെ വർത്തിക്കുന്നുവോ? ഞാൻ ആർക്കൊന്നും ദോഷം ചെയ്യില്ല, ഞാൻ ആ ബ്രഹ്മത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, ഞാൻ കർമ്മവും ചെയ്യുന്നില്ല, എല്ലാം നന്മയായി പോകട്ടെ. എൻ്റെ മനസ്സെപ്പോഴെന്താണ്? എല്ലാം നന്മ, ലോക നന്മ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നെല്ലാം പറയുന്നില്ല, അത് തന്നെ. ആ ചിന്തയുമായി ലോക നന്മ. ഹിന്ദു നന്മയല്ല, സനാതന ധർമ്മമല്ല, ക്രിസ്ത്യൻ ധർമ്മമല്ല, ഇസ്ലാം ധർമ്മമല്ല. എല്ലാത്തിലും പ്രപഞ്ചം ഒന്നായി കണ്ടുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഒരു തത്വപ്രകാരം എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല, എൻ്റെ ജോലിയെല്ലാം തീർന്നു, എന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്, ഞാൻ ഇനി പോയി ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് ആത്മീയത. ഇത്ര വളരെ ലളിതമാണ് ആത്മീയത. ഇതിൽ കുറഞ്ഞ് വേറെ ഒരു ആത്മീയത ഈ ലോകത്തിലില്ല. ഇനി അടുത്തത് 5 പറയുന്നു. അപ്പം അങ്ങനെ പോകുന്നവരും എവിടെ തന്നെയാണ് പ്രാപിക്കുന്നത്? എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ച് എല്ലാത്തിലും ബ്രഹ്മത്തെ കണ്ട് പോകാൻ ശ്രമിക്കുന്നവർ എത്തുന്നത് എന്നെ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അത് വലിയ ശ്രേഷ്ഠമാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധിപരമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രമിച്ചോളൂ. പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്രയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തോ ഒരു അവ്യക്തമായ ഭൂതം ഇതായി മാറിയതുപോലെ, ചാത്തുണ്ണി മാസ്റ്ററായിട്ട് മാറിയതുപോലെ എന്തോ ഒരു അദൃശ്യമായെന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. അതിനെപ്പറ്റി ഇനി ഒരു ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഗവേഷണം നടത്തിയാലും ഇത് കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് വേദവ്യാസൻ ഉറപ്പിച്ച് പറയുന്നത്.
കൃഷ്ണനിലൂടെ. എന്നിട്ട് 5 എന്ത് പറയുന്നു? അവ്യക്ത ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച്. ഈ അവ്യക്തമായ ബ്രഹ്മത്തിൽ, അതായത് ഏതോ പ്രപഞ്ചം ഉണ്ടായ ആ ഭൂതത്തിൽ, ഭൂതം തന്നെയാണ്, അതിഭൂതമാണ്. ആ അതിഭൂതമാണ് പഞ്ചഭൂതങ്ങളായിട്ട് മാറിയത്. ആ അതിഭൂതം അത് തന്നെയാണ് സിനിമയിലുള്ള ഭൂതം എന്തായി വന്നത്, ചാത്തുണ്ണി മാസ്റ്ററായിട്ട് വന്നത്. ആ അവ്യക്തമായ ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച് നിർഗുണോപാസന, ഒരു ഗുണവുമില്ലാതെ ഉപാസന ചെയ്യുന്നവർ വളരെ പ്രയാസം നേരിടും. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രയാസം നേരിടും. അത് അത്ര ഒന്നും എളുപ്പമല്ല. കാരണം ദേഹികൾക്ക് അവ്യക്തമായ ബ്രഹ്മത്തെ ഉപാസിക്കുക പ്രയാസമാണ്. ഈ ദേഹമുള്ള നമ്മൾക്ക് ഈ ദേഹം വെച്ചുകൊണ്ട് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും കാണാനും കേൾക്കാനും ഒന്നും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു ബ്രഹ്മത്തെ ഉപാസിക്കുക പ്രയാസമാണ്. കാരണം നമ്മളൊക്കെ ജനിപ്പിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അപ്പം നമ്മളത് ഉപാസിക്കാൻ പറ്റിയിരിക്കുമ്പം തന്നെ എന്നിലൊരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നോട് പറയും, ഓ അടുപ്പിലുണ്ടല്ലോ കരിയുന്നു, ഉടനെ അങ്ങോട്ട് കൊടുന്നു, ഞാൻ അടുപ്പിലേക്ക് പോകും. അതുകൊണ്ടാണ് ഭജിക്കാൻ പോലും പറ്റുന്നില്ല. ഏതോടത്തെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ല, ഭജിക്കുമ്പോൾ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ മുമ്പിലാരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി, അല്ലെ പട്ടി കയറുന്നുണ്ടോ നോക്കുന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു. ഈ ഭജിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെയാണ് ആ ഒന്നുമില്ലാതെ രൂപവും ഭാവമില്ലാതെ അതിനെ തന്നെ ധ്യാനിച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നത്. നടക്കുന്ന കാര്യമല്ല അത്. വളരെ ഈ ദേഹം വെച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ആത്മീയത, ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആത്മീയത നടക്കുന്ന കാര്യമല്ല. അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, വെറുതെ ജീവിതം തുലക്കലാണ്. പിന്നെ വല്ലവർക്കും ജ്ഞാനത്തിലൂടെ നേടാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ട്. അതും പറഞ്ഞു വെക്കുന്നത് കാണാൻ പറ്റാത്തതിനെ പറ്റി അന്വേഷിച്ചിട്ട് ഐൻസ്റ്റീനും മറ്റേ ശാസ്ത്രജ്ഞൻ നമ്മളെ അന്വേഷിച്ച് ക്വാണ്ടം മെക്കാനിക്സിലെത്തിയപ്പോൾ പിന്നെ തലക്ക് വട്ടടിച്ചിട്ട് മതിയാക്കി. പിന്നെ തല ഒരു മാതിരി ചൂട് പിടിക്കണം. അതിൻ്റെ അപ്പുറം ചെയ്ത് ഇതുവരെ കണ്ടെത്തിയ എല്ലാം പൊളിഞ്ഞു. അപ്പം നോക്കുമ്പോൾ പ്രമോദം നോക്കിയാണെങ്കിൽ പ്രമോദമുണ്ട്, തലതിരിച്ച് പ്രമോദം നോക്കാതിരിക്കുമ്പോൾ ഇവിടെ പ്രമോദില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് അവർ അവസാനം എത്തിയത്. അതോടുകൂടി അവർക്ക് മതിയായി. അപ്പം പറയാണ്, അത് മെനക്കെട്ട പരിപാടിയൊന്നും നടക്കുന്ന കാര്യം, അത് അവിടെ ആത്മീയതയൊന്നും നടക്കുന്ന കാര്യമല്ല. ആത്മീയത എന്താണ്? അത് എന്നെ ഉപാസിക്കുക. എന്നെ നമ്മളെ സൃഷ്ടിച്ചത്, അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അതിനെ ഉപാസിക്കുക, ആ കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുക. ഇതാണ് നമുക്കുള്ള ആത്മീയ മാർഗം. അതെങ്ങനെ ചെയ്യണം? അതും നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല, നടക്കുന്ന കാര്യമല്ല. അപ്പം അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. 6:7 എന്ത് പറയുന്നു? സർവകർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ചു. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കണം. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനൊരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോകാവസാനത്തിൽ മഹാഭാരത യുദ്ധത്തിലൂടെ, 3-ാം ലോകമഹായുദ്ധത്തിലൂടെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ എല്ലാ സർവകർമ്മങ്ങളും, നിങ്ങളെന്തെങ്കിലും കർമ്മം ഉണ്ടെങ്കിൽ അത് എന്നിൽ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി എന്നിൽ അർപ്പിച്ച് എന്നെ ആശ്രയമാക്കി, ഞാനാണ് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്നെ ആശ്രയമാക്കിയിട്ട് ചെയ്തു കൊടുക്കുക. അന്യ വിഷയങ്ങളിൽ നിന്നും മനസ്സ് വിട്ട്, അപ്പോൾ മറ്റുള്ള വിഷയങ്ങളൊന്നും ഞാൻ എൻ്റേത് എന്ന വിഷയങ്ങൾ ചിന്തിക്കാതെ. ഇതാണ് ആത്മീയതയിൽ പറയുന്ന 2ാമത്തെ മാർഗം. ഇതാണ് ആത്മീയത. ലോക നന്മക്കായിക്കൊണ്ട് മറ്റുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റിയിട്ട് കർമ്മം ആർക്ക് വേണ്ടി? കാലം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കാലം മുന്നോട്ടേക്ക് എങ്ങനെ പോകുന്നത്? മഹാഭാരത യുദ്ധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എവിടെ? 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിലൂടെയാണ് ഇനി കാലം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. അതാണ് കാലം നയിക്കുന്നത്, കൃഷ്ണൻ നയിക്കുന്ന യുദ്ധം. ആ കർമ്മത്തിൽ പങ്കെടുക്കുക. ഏകാഗ്രനായി എന്നെ ധ്യാനിക്കുന്നവൻ എന്നിൽ ഉറച്ച മനസ്സോടുകൂടി വർത്തിച്ചാൽ, അങ്ങനെ ഉറച്ച മനസ്സോടുകൂടി അതിന് വർത്തിച്ചാൽ കാലക്രമത്തിൽ സംസാര സമുദ്രത്തിൽ നിന്നും മറികടക്കാം.
അവർക്ക് ഈ സംസാരമാകുന്ന ജനന മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ആ തരത്തിൽ ചിന്തിച്ചാൽ ഒരു ലോകലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരിൽ കൃഷ്ണനിൽ തന്നെ കാലത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോവുകയാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ കാലമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അതാരാണ്? പുടിനാണെന്ന് ചിലവർ പറയും, ചിലവർ പറയും ട്രംപാണെന്ന്, ചിലവർ പറയും ബൈഡനാണെന്ന്. അല്ല, നിങ്ങൾ തീരുമാനിച്ചോളുക, അവരവർ തീരുമാനിച്ചോളുക. ഞാൻ പുടിനാണ് അതിൻ്റെ യോദ്ധാവായിട്ട് ഞാൻ കാണുന്നത്. അതെൻ്റെ വശം. അപ്പം അവരെല്ലാം കൃഷ്ണനിൽ പോയി ലയിക്കും. കാരണം കാലത്തെ എവിടെയാണോ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അതിനോടൊത്ത് മൂവ് ചെയ്യുന്നവർ എന്നെ പ്രാപിക്കും. ഇനി എട്ടാമത്തത്, മനസ്സെ എന്നിൽ നിലനിർത്തുക. കൃഷ്ണനിൽ തന്നെ നിലനിർത്തണം. അത് ഇന്നും എല്ലാവരും ഭക്തരി ചെയ്യുന്നത് കൃഷ്ണനിൽ തന്നെയാണ് നിലനിർത്തുന്നത്. ഒരു കൃഷ്ണൻ്റെ പടം വെച്ചിട്ട് ആ കൃഷ്ണനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നെ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. സ്ഥിരമായി ശ്രദ്ധയെ എന്നിൽ ചെലുത്തുക. എന്നിട്ട് മനസ്സെപ്പോഴും അതിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ചെയ്താൽ നീ എന്നിൽ വസിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നീ എന്നിൽ വസിക്കും. അപ്പം കൃഷ്ണനിൽ തന്നെ വിശ്വാസം അർപ്പിക്കും. നമുക്കെല്ലാം കൃഷ്ണനിൽ വിശ്വാസമുണ്ട്. അതിൽ മനസ്സ് അതിൽ അർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും ആർക്കും വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ആ കൃഷ്ണൻ ഏത് തരത്തിലാണ്? ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച കൃഷ്ണനാണ്, ബ്രഹ്മമാണ്. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന നിലയിലുള്ള കൃഷ്ണനല്ല. നിർഗുണമായ ബ്രഹ്മമാണ്, ജനിക്കാതെ ആ ബ്രഹ്മമാണ്. അപ്പം ആ അവസ്ഥയിലേക്ക് പോകണം. അല്ല എൻ്റെ കൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട്, എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട്, എൻ്റെ കൃഷ്ണനൊന്നുമല്ല, എല്ലാവരുടെ കൃഷ്ണൻ തന്നെയാണ്. ലോകത്തിൽ ആരുണ്ടെങ്കിൽ അവരെല്ലാം കൃഷ്ണനാണ്. അതാണ് ബ്രഹ്മം. ആ ഒരു വിശാല അർത്ഥത്തിലാണ് ആ കൃഷ്ണനെ ധരിക്കേണ്ടത്. അപ്പം അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അത് പ്രയാസമാണ്. എല്ലാം ആ കൃഷ്ണനായിട്ട് ധരിക്കാൻ തന്നെ എല്ലാം ഞാനെന്ന ചിന്ത വിട്ടിട്ട് വേണ്ടേ കൃഷ്ണനെ ഞാനടക്കം എന്നിൽ, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് കൃഷ്ണനും അറിയാം. അതുകൊണ്ട് ഒമ്പതിലെന്ത് പറയുന്നു? മനസ്സ് എന്നിൽ ഉറപ്പിക്കാൻ കഴിയാത്തവർ, അങ്ങനെ എന്നിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എല്ലാമായ ബ്രഹ്മം ഈശ്വരൻ ഉറപ്പിക്കാൻ പറ്റും. എല്ലാം നമുക്കൊന്നും പറ്റില്ല. നമുക്ക് നമ്മളെ കൃഷ്ണനുണ്ട്, അവരെ യേശുവുണ്ട്, അവരെ അള്ളാവുണ്ട്. അല്ലെ, അവർക്കാണെങ്കിൽ അവരെ കൃഷ്ണന് പകരം യേശുവുണ്ട്, മറ്റേ ഇപ്പുറത്തെ കൃഷ്ണനുണ്ട്. അങ്ങനെയെല്ലാം ചിന്തിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാമായ ഈശ്വരനെ, ബ്രഹ്മത്തെ പറ്റില്ല. അത് പ്രയാസം തന്നെയാണ്. മനസ്സ് എന്നിൽ അങ്ങനെയുള്ള കൃഷ്ണനാണ്. അങ്ങനെയുള്ള കൃഷ്ണനിൽ മനസ്സുറപ്പിക്കാത്തവർ അഭ്യാസയോഗത്താൽ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കണം, അഭ്യസിക്കണം. നമ്മൾ ദിവസവും, അതാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം. അത് എല്ലാം ബ്രഹ്മമാണ്, വേറെ ഒന്നുമില്ല. ഞാനും ദൂരെ കാണുന്ന ഹിന്ദുവും മുസ്ലിമും എല്ലാ ബ്രഹ്മമാണ് എന്ന നിലയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇംപോസിബിൾ. നമ്മൾ ആ നിലയിലെത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുക നടക്കുന്ന കാര്യമാണ്. അതുപോലും നമുക്ക് അത് പക്ഷേ ഏകാഗ്രമായിട്ട് ട്രൈ ചെയ്താൽ പറ്റും. ഞാൻ അങ്ങനെയാണ് ധരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാനിവിടെ സംസാരിക്കുന്നത്. അള്ളാവും വിരുദ്ധനും എല്ലാം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്കത് ധരിക്കാൻ പറ്റുള്ളൂ. ശ്രമിച്ചാൽ ധരിക്കാം. പക്ഷെ എന്നാലും 100% എൻ്റെ മനസ്സ് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാമൊന്നും പറയേണ്ടി വരും. കാരണം നമ്മളെ കാര്യമെല്ലാം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ മനസ്സ് ചഞ്ചലമായി പോകും. അത് പ്രയാസമാണ്. ഇന്നത്തെ ലോകത്തിൽ അത് വളരെ പ്രയാസമാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. വേദം പറയുന്ന, സനാതന ധർമ്മം പറയുന്ന ഈ നിലയിൽ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ നടക്കില്ല. അഭ്യാസത്തിലൂടെ അത് കുറേ ട്രൈ ചെയ്യണം. അത്ര നിസ്സാരമൊന്നുമല്ല എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. മുമ്പിലൊരു ക്രിസ്ത്യാനി നിൽക്കുമ്പോൾ അത് ബ്രഹ്മമാണ്. മുമ്പിലൊരു സുന്ദരമായ പൂ നിൽക്കുമ്പോൾ അത് ബ്രഹ്മമാണ്. മുമ്പിലൊരു പട്ടി ആകെ അഴുകി ദ്രവിച്ച് ശരീരം മുഴുവൻ പുണ്ണു വന്നൊരു പട്ടീനെ കാണുമ്പോൾ അത് ബ്രഹ്മമാണ്. ഇതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇമ്പോസിബിൾ. അതല്ലേ കഴിഞ്ഞ ഇതിലൂടെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഇവിടെ പറയുന്നത്.
അത് അഭ്യാസത്താൽ എന്നെ പ്രാപിക്കാൻ ശ്രമിച്ചു നോക്കുക. നടക്കുമെങ്കിൽ നടക്കട്ടെ, നടക്കില്ല. അതുകൊണ്ടാണ് ശ്രമിക്കുക. എൻ്റെ 10 അഭ്യാസത്തിലും പറ്റുന്നില്ലെങ്കിൽ എനിക്കായി കർമ്മം ചെയ്യുക. നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല, എല്ലാത്തിലും നിങ്ങൾക്ക് ബ്രഹ്മത്തെ ദർശിക്കാനൊന്നും കാണാൻ പറ്റൂല്ലെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. പിന്നെ ഒന്ന് ചെയ്യാനുള്ളത് എന്താണ്? എനിക്കായി കർമ്മം ചെയ്യുക. നിങ്ങളെ ജനിപ്പിച്ചത് ഞാനൊരു സുന്ദരമായ ലോകം, 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട്, മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ആ കുടുംബത്തിൽ, ലോകം മുഴുവൻ ഒരു തറവാണ്, ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങൾ, ഒരു ചൂതുകളിയും ഇല്ല, ആരെയും പറ്റിക്കുന്നില്ല, എല്ലാം ഏകോദര സഹോദരങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ എല്ലാ ജ്ഞാനവും തികഞ്ഞവർ. ജ്ഞാനം എന്നാണ് ഈ സത്യം മനസ്സിലാക്കിയ ജനങ്ങളെ സൃഷ്ടിക്കാനാണ് ബ്രഹ്മം ശ്രമിക്കുന്നത്. അതിലുള്ള ആ കർമ്മത്തിൽ ഏർപ്പെടുവാനാണ് എൻ്റെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കാലത്തിനായി എൻ്റെ കർമ്മം അർപ്പിക്കുക. അങ്ങനെ ചെയ്താലും സിദ്ധി നേടും. അങ്ങനെ ചെയ്താൽ മതി. എല്ലാം അതിനായിക്കൊണ്ട്. കാലമാണ് ഞാനെന്ന് പറഞ്ഞു. ഞാനൊരു സുന്ദരമായ ലോകം, കൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ഒരു ധർമ്മക്ഷേത്രമാണത്, കുരുക്ഷേത്രം. ഒരു ധർമ്മം, എല്ലാവരും ഒരു കുടുംബത്തിൽ ആ ശക്തി വിശ്വസിക്കും. ഇപ്പം അങ്ങനെയല്ല മനുഷ്യരുള്ളത്. അതിനെല്ലാം തച്ചുടച്ചിട്ട് എല്ലാവരും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചു, ഒരു ഈശ്വരൻ, വേറൊരാൾ പറയാം എന്നെ സൃഷ്ടിച്ചതല്ല, ഇത് വേറെ എന്നാണ്. ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കുകയാണ്. അതല്ല സത്യം മനസ്സിലാക്കണം. അതാണ് ധർമ്മയുദ്ധം. അവർക്കും ശുദ്ധി കൈവരിക്കും. എന്ത്? എനിക്കായിട്ട് കർമ്മം ചെയ്യുക. പിന്നെ 11 പറയുന്ന അതും വയ്യെങ്കിൽ, അതും നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ, നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്ന നിലയിൽ ചെയ്യാനേ പറ്റൂ. അപ്പം നമ്മളെല്ലാം ഏതാണ്? ഇതും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ആത്മീയം, ഭക്തിമാർഗം, ആത്മീയം, ഭക്തിയോഗം എന്നെല്ലാം പറയുന്നത്. എന്താണ് ഭക്തിയോഗം? അതിനുള്ള വഴികളാണ്. അപ്പം അതും നിങ്ങൾക്ക് പറ്റൂല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? അതിനും വയ്യെങ്കിൽ ആത്മസംയമനത്തിലൂടെ മനസ്സിനെ സംയമനം പ്രാപിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യും. ലാഭം ഇച്ഛിക്കാതെ എങ്ങും കർമ്മം ചെയ്യുക. ഇവിടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പണത്തിന് വേണ്ടിയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്നത് ചൂതുകളിൽ. അതെങ്കിലും മതിയാക്കിയിട്ട് നീ എനിക്ക് ലാഭമൊന്നും വേണ്ട, ഞാൻ കർമ്മം ചെയ്യുന്നത്, എൻ്റെയും വിശ്വസിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ എൻ്റെ കർമ്മം ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ ഫലം കിട്ടിയാലും വേണ്ടിയില്ല, ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഫലേച്ഛയോടുകൂടിയാണെങ്കിൽ അത് കർമ്മമല്ല. എന്ത് ചെയ്യണം? ഞാൻ ഗീത പറയാം, ഭഗവത്ഗീതയിലുള്ള കാര്യം എനിക്ക് തോന്നുന്ന വരിയാം ലോകത്തോട് പറയുകയാണ്. അതിന് ഫലം കിട്ടിയാലും വേണ്ടിയില്ല, ആൾ കണ്ടാലും വേണ്ടിയില്ല, കണ്ടിട്ടിലേക്കും വേണ്ടിയില്ല എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യലാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർമ്മമൊന്നുമല്ല. അതിനെ കർമ്മമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇത് എൻ്റെ ജീവിതം, ഞാൻ എന്നെ ജനിപ്പിച്ചത് ഇതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത്. എന്തായാലും ഞാനിത് ചെയ്യാനേ വിധിച്ചത് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാനിത് ഇരുന്ന് പറയുന്നത്. എന്നിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയിട്ട് ആ ശക്തി തന്നെയാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഈ പറയുന്നതും എനിക്ക് 2 തരത്തിൽ ചെയ്യാം. എനിക്കെന്തല്ലോ ലാഭത്തിന് വേണ്ടി ഞാൻ പറയുന്ന വരി എനിക്കിത് ചെയ്യാം. ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട്, എനിക്ക് കുറേ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിരാശയുണ്ടാകും. അയ്യോ, ഞാൻ ഇത്രയും പാടുപെട്ടിട്ട്, വേദവ്യാസനം ഒരിക്കലുണ്ടായി, ഞാൻ 4 വേദങ്ങൾ എഴുതി, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് എന്നിട്ടാണ് പിന്നെ ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീത കഥരൂപത്തിൽ പൊടിപ്പും തൊങ്ങലും എല്ലാം കുറച്ച് പഞ്ചസാരയെ കഷായം കുടിപ്പിക്കാൻ പഞ്ചസാരയുടെ ചേർത്ത മാതിരി അടിച്ചു വിട്ടത്. ആ ഭഗവത്ഗീതയും കാണാം. പഞ്ചസാര എടുത്തിട്ട് കഴിച്ചിട്ട് ബാക്കിയെല്ലാം കളയുകയാണ്. ഭഗവത്ഗീത നമ്മൾ ഫുള്ളായിട്ട് കാണാൻ പോവുക. അത് കാണുമ്പോഴും നമ്മളിന്ന് ധരിച്ചൊന്നുമല്ല ഇതിനകത്തുള്ളത്, പ്രപഞ്ച രഹസ്യങ്ങളാണ്. പക്ഷെ അത് ഭംഗി പൊടുപ്പും തൊങ്ങലെല്ലാം വെച്ച് ഇടക്ക് പഞ്ചസാരയും കൊടുത്തുകൊണ്ടാണ് കഷായം തന്നെയാണ് കുടിപ്പിക്കുന്നത്. വേദങ്ങൾ കഷായമാണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന കർമ്മം
ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും ലാഭേച്ഛയോടുകൂടിയാണെങ്കിൽ ഇത് കർമ്മമല്ല. നേരെ മറിച്ച് ഇത് എന്തായാലും ഞാൻ ചെയ്തേ പോയി, കാരണം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ശക്തി തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഫലം ഉദ്ദേശിച്ചാണെങ്കിൽ അത് കർമ്മമല്ല. ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, എന്നെ കൊണ്ട് മനസ്സ് തോന്നിപ്പിച്ചു, ഞാനത് ചെയ്ത് വെക്കുന്നു, ആൾ കണ്ടാലും വേണ്ടിയില്ല കണ്ടിട്ടില്ലെങ്കിലും വേണ്ടിയില്ല എന്ന നിലയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫലേച്ഛയില്ലാത്ത കർമ്മമാണ്. അപ്പം അതിനും വയ്യെങ്കിൽ ആത്മസംയമനത്തിലൂടെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഒരിക്കലും കൂടിയും പറയുന്നു 12 അഭ്യാസത്തെക്കാൾ സ്നാനം ശ്രേഷ്ഠം തന്നെയാണ്. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ ശക്തിയാണ് എന്നിലൂടെ ചെയ്യിക്കുന്നത്, ഞാനിത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന ജ്ഞാനത്തേക്കാൾ ജ്ഞാനം തന്നെ ശ്രേഷ്ഠം. അങ്ങനെ വെറുതെ അഭ്യാസത്താൽ അതിനു വേണ്ടി ചെയ്തേക്കാന്ന് വെച്ച് ചെയ്യുന്നത് നല്ലത്. ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠം, അതിന് സംശയമില്ല. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷേ ഈ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠം ധ്യാനം തന്നെയാണ്. ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ആ കർമ്മത്തെപ്പറ്റി നമ്മൾ ശരിക്ക് ഞാൻ ചെയ്യുന്ന എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ആരാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സ് ഒരു നിമിഷമെങ്കിലും ഇരുന്നിട്ട് ചിന്തിക്കണം. നമ്മൾ ബുദ്ധിയെ ഉണർത്തിയിട്ട് ജ്ഞാനം ഭയങ്കര ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല നമുക്ക് ജ്ഞാനം ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ആദ്യമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അത് ധ്യാനിച്ചിട്ട് ആരെങ്കിലും പറയുന്നതെല്ലാം കിട്ടുന്നതാണ് ജ്ഞാനം. നമ്മളെ ജ്ഞാനം നേടുന്ന പലതും പലവരും പറഞ്ഞു കേട്ടുന്നത്. പക്ഷെ അതുപോലെ അത് ധ്യാനിച്ചിട്ട് ഉറപ്പ് വരുത്തണം. ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോയെന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഉറപ്പ് വരുത്തണം. ഇപ്പം ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠം ധ്യാനം തന്നെയാണ്. അത് വേദത്തിൽ പണ്ട് പറഞ്ഞു കഴിഞ്ഞു. ആരെന്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാലും ഭൂമി പോലെ നമ്മൾ പ്രതികരിക്കരുത്. ഇപ്പം പ്രമോദ് ഇവിടെ വെച്ച് എന്തും പറയുന്നതെന്ന് വെച്ചിട്ട് അങ്ങ് വിശ്വസിച്ചേക്കരുത്. വേദം തന്നെ പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് വേദം പറയുന്നത്. എന്ത് വേണം, അത് മനസ്സിൽ വെച്ചിട്ട് ആരോടും അത് പ്രകടിപ്പിക്കാതെ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാതെ മനസ്സിനെ ഏകാഗ്രമായി ജ്ഞാനം എന്ന് പറഞ്ഞു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സത്യം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുക. അപ്പം ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠം ധ്യാനമാണ്. ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠം ത്യാഗമാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചങ്ങ് ഉയർന്ന ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ജനിച്ചത് കർമ്മം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു ഫലവും ഇച്ഛിക്കാതെ നമ്മളെ കർമ്മം ചെയ്തു കൊടുത്തോളുക. അത് ത്യാഗമാണ്. നമ്മളെ മനസ്സ്, ശരീരം, ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ അടക്കം ലോകത്തിനേക്കായി ആ ശക്തിക്കായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കണ്ടെങ്കിൽ ജ്ഞാനത്തിലൂടെ അത് മനസ്സിലാക്കണം. ത്യാഗത്താൽ ശാന്തി കൈവരും. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കെന്തില്ല, ശാന്തി. ഒരു ദുഃഖമില്ല, ശാന്തി കിട്ടും. ശാന്തി ഇല്ലാത്തതിന് കാരണം നമ്മൾ നമുക്ക് വേണ്ടി എന്ന് വെച്ച് ചെയ്യുമ്പോൾ അതിൽ ഫലം കിട്ടിയില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. ഫലം കിട്ടിയില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. അയ്യോ, ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് ഇതെല്ലാം ചെയ്തല്ലോ, ഫലം കിട്ടുന്നില്ലല്ലോ, അത് ചിന്തിച്ചു പോയാൽ ശാന്തി കിട്ടില്ല. പിന്നെ ഇത് നിർത്തി പൊട്ടിപ്പോവുകയും ചെയ്യും. അത് മതിയാക്കി അവിടെ നിർത്തിയിട്ട് ഇതൊന്നും കിട്ടുന്നില്ല, ശാന്തി കിട്ടുന്നില്ല. ശാന്തി കിട്ടണമെങ്കിൽ പല എന്തുവാകട്ടെ, ആര് എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുക്കണം, ഫലേച്ഛ കൂടാതെ. അതാണ് ത്യാഗം. ത്യാഗത്തിലൂടെ ശാന്തി കൈവരും. ഇനി 13-14 എല്ലാ പ്രാണിയോടും വിദ്വേഷിക്കാതെയും. ഒരു പ്രാണിയോട് ദേഷ്യം പാടില്ല. നമുക്കിന്ന് രാവിലെ മുതൽ ആത്മീയം എന്ന് പറയുമ്പോൾ ദേഷ്യം മനസ്സിൽ വരും. അവൻ മറ്റാത്മീയക്കാരൻ, ഇത് വേറെ ആത്മീയക്കാരൻ. അതോടുകൂടി ഉള്ളിൽ ദേഷ്യങ്ങൾ വന്നു. ഒരു പ്രാണിയോടും വിദ്വേഷിക്കാതെ. പശുവോട് വലിയ സ്നേഹമായിരിക്കും, പക്ഷേ പന്നിയോട് അങ്ങനെയല്ലാണ്. ഓരോ മൃഗങ്ങളിലാണ് വലിയ താല്പര്യം. പശുവോട്, വേറൊരാൾക്ക് ആടിനോടാണ് വലിയ താല്പര്യം. ഇങ്ങനെയെല്ലാം.
ഒരു പ്രാണിയോടും വിദ്വേഷിക്കാതെയും എല്ലാവരോടും സ്നേഹം, ഭയങ്കര അത് കുറച്ച് പാടാണ്. ആത്മീയത ചെയ്യേണ്ട വഴിയാണ് പറഞ്ഞു തരുന്നത്. ഇതായിരിക്കണം. നാളെ മുതൽ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും പാടില്ല, വിഭാഗീയത ചിന്താഗതികൾ പാടില്ല. എല്ലാ പ്രാണിയെയും വിദ്വേഷിക്കാതെയും എല്ലാവരോടും സ്നേഹവും ദയയും കാണിക്കണം. ഒന്നിലും തൻ്റേതെന്ന സ്വാർത്ഥ ബുദ്ധിയില്ലാതെ, തൻ്റേതാണ് ഇത് നമ്മളാളും അത് മറ്റവൻ വേറെ ഏതോ ദേശക്കാരൻ. ഒന്നിലും തൻ്റേതെന്ന സ്വാർത്ഥ ബുദ്ധിയില്ലാതെ അഹങ്കാരമേ ഉള്ളൂ, ഞാനെന്ന ഭാവം വെച്ചിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അതെല്ലാം കൈവിട്ട് സുഖദുഃഖങ്ങളെ ഒന്നായി കണ്ട്, സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും എല്ലാം ഒന്നായി കണ്ട് സദാ സംതൃപ്തനായി, നമ്മൾ എപ്പോഴും സംതൃപ്തിയാണ്. ആത്മസംയമനം പാലിച്ച് സ്ഥിരനിശ്ചയം, എൻ്റെ തീരുമാനം ഇങ്ങനെയാണ്, എന്നിൽ അർപ്പിച്ച് എല്ലാം ആ കാലത്തിന് വേണ്ടി കൃഷ്ണന് വേണ്ടി അർപ്പിച്ച് മനസ്സും ബുദ്ധിയും ഉറപ്പിച്ച്, അതിൽ മനസ്സും ബുദ്ധിയും എല്ലാം ചിന്തിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള തീരുമാനമായിരിക്കണം. എന്നെ ഭജിക്കുക, അതാണ് ഉത്കൃഷ്ടം. ആത്മീയത ഇതായിരിക്കണം. ഇത്രയും വ്യക്തമായിട്ട് ഭഗവത്ഗീത പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ സനാതന ധർമ്മം, മറ്റുള്ളവരെല്ലാം വേറെ എന്തോ ധർമ്മം. ഇനി 15, ആര് ലോകത്തെ ഭയക്കുന്നില്ലയോ, ആര് ലോകത്തെ ഭയപ്പെടുത്തുന്നില്ലയോ, അപ്പം ലോകത്തെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകം സുന്ദരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശക്തിക്ക് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് നമ്മളെയൊന്നും ഭയപ്പെടുത്തുന്നുമില്ല. പിന്നെയോ സന്തോഷം, ദ്വേഷം, ഭയം, കോപം ഇവയാൽ മുക്തി നേടിയവനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പം ലോകത്തെ മുഴുവൻ ശാന്തമായിട്ട് കണ്ട്, ലോകമൊന്നും നമുക്ക് എതിരായിട്ടൊന്നും നിൽക്കുന്നില്ല, കാലം എനിക്കെതിരൊന്നൊന്നുമില്ല. ഇതെല്ലാം ഞാൻ ചെയ്യാൻ വേണ്ട. ചില സമയത്ത് എനിക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, ഞാനിത് അനുഭവിക്കാൻ വേണ്ടിയാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് സന്തോഷമോ ദുഃഖമോ ദ്വേഷമോ ഭയമോ കോപമോ ഇവരിൽ നല്ല മുക്തമാകാൻ പറ്റുമെങ്കിൽ, സന്തോഷവും തോന്നല്, ദുഃഖം തോന്നല്, ഭയവും തോന്നല്, ദ്വേഷവും തോന്നല്, ആരോട് ദേഷ്യവും തോന്നല്, ഇങ്ങനെ ആർക്ക് നിൽക്കാൻ പറ്റുന്നു അവനും എനിക്ക് പ്രിയപ്പെട്ടവൻ. അപ്പം കൃഷ്ണന് പ്രിയപ്പെട്ടവർ ഇവിടെ ആരുണ്ട്? വട്ടപ്പൂജ്യം എന്ന് ചിലപ്പം പറയേണ്ടി വരും, ചിലപ്പം കാണും. ഇനി 16, അപേക്ഷയില്ല. ഒരപേക്ഷയും എനിക്ക് അങ്ങോട്ടില്ല. നമ്മൾ രാവിലെ വൈകുന്നേരം വരെ അമ്പലത്തിൽ പോകുന്നതിനാണ് അപേക്ഷിക്കാറുണ്ട്. എന്നെ രക്ഷിക്കണേ, എനിക്കത് തരണേ, മറ്റേ കല്യാണം കെട്ടിച്ച് തരണേ, മറ്റേ ഇത് ചെയ്യണേ, എനിക്കൊരു ജോലി വാങ്ങിത്തരണേ. ഇതെല്ലാം അവിടെ ശക്തി ഇതെല്ലാം തീരുമാനിച്ചിട്ട് ജോലി ആരെ കൊണ്ട് എപ്പം ചെയ്യിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആരെ എപ്പം പെണ്ണ് കെട്ടിക്കണം, എപ്പം കുട്ടികൾ ഉണ്ടാക്കണം എന്നെല്ലാം തീരുമാനിച്ചിട്ട് ആവശ്യത്തിന് വേണ്ട സമയത്ത് ഓരോ കർമ്മം ചെയ്യുമ്പോൾ രണ്ടുപേരെ യോജിപ്പിച്ചിട്ട് കുട്ടികളുണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് അതെല്ലാം അത് നോക്കിക്കോളും. അതിനുവേണ്ടി നമ്മൾ പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. പാടുപെട്ടാലും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അപേക്ഷയൊന്നും പാടില്ല. ആത്മീയതയിൽ അപേക്ഷയില്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൽ അപേക്ഷയാണ്. അപേക്ഷയില്ല. ശ്രദ്ധയുണ്ടാകും. ഇത് ശ്രദ്ധയുണ്ടാകണം. നമ്മൾ പതറിപ്പോകരുത്. ഈ കാര്യങ്ങളെല്ലാം ആസക്തിയില്ല, ഒന്നിനോടും ആഗ്രഹമില്ല. അമ്പലത്തിലും പള്ളിയിലും എല്ലാം പോകുന്ന ആഗ്രഹം വെച്ചിട്ട് തന്നെയാണ്, ആസക്തി മൂത്തിട്ട് തന്നെയാണ്. അല്ലാതെ ആസക്തി ഇല്ലാത്തവനെന്തിനാ അമ്പലത്തിൽ പോകുന്നു? വേദവ്യാസനല്ല അമ്പലത്തിൽ പോയ അവരൊന്നും ആ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. അവർക്ക് അതിനൊന്നും സമയമില്ല, അമ്പലം പോലും ഇല്ല അന്ന്. അപ്പം ആസക്തിയില്ല, ദുഃഖമില്ല, ഒന്നിലും ദുഃഖമൊന്നുമില്ല, സ്വാർത്ഥ പ്രവൃത്തിയില്ല. ഇതെല്ലാം വെടിഞ്ഞവനാണ് ആത്മീയത. ഇതാണ് ജനത്തെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഇതെല്ലാം വിടൂ, എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കും. ഇതാണ് സനാതന ധർമ്മം. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കും. ആ സമർത്ഥൻ എനിക്ക് പ്രിയപ്പെട്ടവൻ. അങ്ങനെ പലവർക്കും പറ്റുമെങ്കിൽ അതും എനിക്ക് പ്രിയപ്പെട്ടവൻ.
ബാക്കിയുള്ളവരൊന്നും എനിക്ക് പ്രിയമൊന്നുമില്ല. അവിടെ പോയി അപേക്ഷിക്കുന്നവനോടൊന്നും എനിക്കൊരു പ്രിയവും ഇല്ല. അമ്പലത്തിൽ പോയിട്ട് ദൈവമേ എനിക്കിന്ന് സാധിപ്പിച്ചു തരണേ എന്ന് പറയാൻ അപേക്ഷയാണ്, സ്വാർത്ഥ താല്പര്യമാണ്. എൻ്റെ കാര്യമാണ് അവിടെ പോയി പറയുന്നത്, എൻ്റെ ബന്ധുക്കളുടെ. അവനെ കൊത്തുവാള എടുക്കുകയാണ് ഇതെല്ലാം പോയി പറഞ്ഞു കഴിഞ്ഞാൽ. അവനോടൊന്നും എനിക്കൊരു പ്രിയവും ഇല്ല, അങ്ങോട്ട് പോകണ്ട, എനിക്കൊരു പ്രിയവും ഇല്ല എന്ന് കൃഷ്ണൻ തന്നെ പറയാണ്. ഇങ്ങനെ ചെയ്യുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടത്. എനിക്ക് എൻ്റെ 17 സന്തോഷം പാടില്ല, ദ്വേഷം പാടില്ല, ദുഃഖം പാടില്ല. നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴല്ലേ അമ്പലത്തിൽ ചെല്ലുന്നു. ദുഃഖം പാടില്ല, അമ്പലമല്ല പള്ളിയായാലും ഏതായാലും. ആഗ്രഹം പാടില്ല, ആഗ്രഹത്തിനല്ലേ നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നത്. ആഗ്രഹം പാടില്ല. സുഹൃതം ദുഷ്കൃതവുമില്ല, നല്ലതുമില്ല, സുഹൃതവുമില്ല, ദുഷ്കൃതത്തെ പറ്റിയും ചിന്തയില്ല. ഇതെല്ലാം കൈവിട്ടവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ. അപ്പം എനിക്കിഷ്ടം ആരാണ്? എന്നോടൊന്നും ചോദിക്കാതെ, ഒരാഗ്രഹവും വെക്കാതെ എൻ്റെ അടുത്ത് വന്ന് വെറുതെ അമ്പലത്തിൽ പോയി ദൈവമേ ഞാനിതാ സന്നദ്ധനായി ലോക നന്മക്കായി നിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, നീ എന്താണോ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്, നീയാണല്ലോ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്, ഇതാ ഞാനും അതിൻ്റെ കോൺട്രിബ്യൂഷൻ. 3-ാം ലോകമഹായുദ്ധത്തിലൂടെ ഒരു നല്ല ലോകത്തിലേക്ക് നീ ഉണ്ടാക്കാൻ ശ്രമിക്കും. മഹാഭാരത യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധത്തിലൂടെ ഒരു സുന്ദരമായ കുടുംബം ഉണ്ടാക്കാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ ഇതാ ഞാനും ആ പക്ഷത്തേക്ക് ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ പ്രിയപ്പെട്ടവൻ. ഇതിൻ്റെ 8 മുതൽ 19 വരെ എന്ത് പറയുന്നു? ശത്രുവില്ല, മിത്രമില്ല. നമുക്ക് ശത്രുക്കളും മിത്രങ്ങളേ ഉള്ളൂ. കൃഷ്ണന് പ്രിയപ്പെട്ടവർ ആൾക്കാരെയാണ് പറയുന്നത്. ആദ്യം ശത്രുത വെടിയുക, മിത്രതയും വെടിയുക. ശത്രുവും വേണ്ട, മിത്രവും വേണ്ട, മാനവും വേണ്ട, അഭിമാനവും വേണ്ട. ആരെങ്കിലും നമ്മളെ നല്ല പൊക്കുമ്പോൾ മാനം എന്തെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് പോകും. വേറെ ആരെങ്കിലും വല്ലതും കുറ്റം പറയുകയാണെങ്കിൽ അപമാനിക്കുകയാണ്. എന്നെ അപമാനിച്ചു, അതോട് പോയി അപമാനം. സുഖം ദുഃഖം. അപ്പം ശത്രുവില്ല, മുഷ്ടുവില്ല, ശുഖവുമില്ല, ദുഃഖമില്ല, ശീതവുമില്ല, ഉഷ്ണവുമില്ല. ഇപ്പം ഭയങ്കര തണുപ്പ്, ഇപ്പം ഭയങ്കര ചൂടായാലും കുഴപ്പമില്ല, തണുപ്പായാലും കുഴപ്പമില്ല. എന്നീ ഭേദമില്ലാത്തവനും എല്ലാവരും എല്ലാ അവസ്ഥയിലും സമനില. എല്ലാവരും ആരെന്ത് കാണിച്ചാലും സമനിലയിൽ നമ്മൾ നിൽക്കുക. അനാസക്തൻ, ഒരാസക്തി ഉണ്ടാകും. ഇത് എടുത്തെടുത്ത് പറയുകയാണ്. ആരെങ്കിലും സ്തുതിച്ചാലും കുഴപ്പമില്ല, നിന്ദിച്ചാലും കുഴപ്പമില്ല, എല്ലാം ഒരേപോലെ തന്നെ. അന്ന ചീത്ത പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അവിടെ കിടന്ന് പറയിട്ട് എത്രയാണ്. എന്നിട്ടാ മാനം അപമാനം ഇതിലൊന്നും താല്പര്യമില്ല. കിട്ടിയതിൽ തൃപ്തി. എനിക്കെന്താണ് ഇപ്പം കിട്ടിയിരിക്കുന്നതിൽ തൃപ്തി. പ്രത്യേക സ്ഥാനമാനമൊന്നുമില്ല. എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും സമൂഹത്തിലില്ല. നമ്മൾ ധരിക്കേണ്ട സ്ഥാനമാനം ഉള്ളവൻ അങ്ങ് ഈശ്വരനോട് അടുത്തിരിക്കുകയാണെന്നാണ്. അവൻ ഭയങ്കര പണ്ഡിതൻ, അവൻ പണ്ഡിത ശ്രേഷ്ഠൻ, ബ്രഹ്മശ്രീ. അങ്ങനെ ഇരിപ്പുമെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ദണ്ടെല്ലാം കഴിയുമ്പോൾ പിടിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ ആയിട്ടിരിക്കും. ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞാൽ വേറെ ഏത് മതത്തിൻ്റെ ആയാലും ഇരിക്കുമ്പോഴൊരു വലിയ ദണ്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. വലിയ സിംഹാസനത്തിൽ സ്ഥാനമുണ്ട്. അവരൊന്നും കൃഷ്ണനെ പ്രിയപ്പെട്ടവരല്ല. എന്നിട്ട് എന്താ? പ്രത്യേക സ്ഥാനമില്ലാത്തവൻ. അവൻ ആരും ഒരു സ്ഥാനവും അവൻ ചിന്തിക്കുന്നില്ല. എനിക്കൊരു സ്ഥാനവും വേണ്ട, ഒരു ചുക്കും വേണ്ട. വളരെ ലളിതമായിട്ട് അങ്ങനെ പോകുന്നവൻ. സ്ഥിരബുദ്ധി. പക്ഷെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലേ. അല്ലാതെ ഭ്രാന്തന്മാർ നടക്കുന്ന വഴി നടന്നു കഴിഞ്ഞാൽ അതൊന്നും അത് വേറെ കാര്യമാണ്. സ്ഥിര ബുദ്ധി ഉണ്ടാകണം, ബുദ്ധി സ്ഥിരമായിരിക്കണം. എന്നെ ഭജിച്ചാൽ അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, അവനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകം എല്ലാവരും ഉച്ചനീചത്വങ്ങളില്ലാതെ ഞാൻ വലിയവനാണ് അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്താണ്, എനിക്ക് വലിയ സ്ഥാനമുണ്ട്, ഇതെല്ലാം ചിന്തിക്കാതെ എല്ലാം ലോക നന്മക്കായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ലോകമാണ് ധർമ്മയുദ്ധത്തിലൂടെ അവസാനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും
സനാതനധർമ്മമല്ല നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ കാലത്തുള്ള മതങ്ങളെല്ലാം വേദം പറയുന്ന കൃഷ്ണൻ ഉപദേശിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ നേരെ വിപരീതമാണ്. ഇപ്പം ധർമ്മയുദ്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ മനസ്ഥിതിയുള്ള ഒരു ജനവിഭാഗത്തെയാണ്. അതായത് മഹാഭാരത യുദ്ധത്തിലൂടെ, മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആ കാലം കൃഷ്ണൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു വസുദേവ കുടുംബമാണ്. ഇന്ന് നടക്കുന്ന യുദ്ധവും മുന്നിൽ പിടിച്ചിരിക്കുന്നത് മതങ്ങളെ തന്നെയാണ്. മുന്നിലിരുന്ന് ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിൽ കൃഷ്ണൻ. ശിഖണ്ഡി എന്നത് പറയുന്നതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആ ധർമ്മയുദ്ധത്തിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ വ്യക്തിക്ക് ശിഖണ്ഡിക്ക് ധർമ്മമോ അധർമ്മമോ അതൊന്നും നോക്കിയിട്ടല്ല ശിഖണ്ഡിയുടെ വന്നത്. ഭീഷ്മർ അപ്പുറത്തായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരുന്നു, എനിക്ക് ഭീഷ്മരോട് പ്രതികാരം ചെയ്യണം. ഭീഷ്മർ ഇപ്പുറത്തായിരുന്നുവെങ്കിൽ ശിഖണ്ഡി അപ്പുറത്തായിരുന്നു പോകുന്നത്. കാരണം അങ്ങേർക്ക് ഈ ധർമ്മയുദ്ധത്തിനെ പറ്റിയുള്ള ചിന്തയൊന്നുമല്ല. അങ്ങേർക്കൊരു പ്രതികാരദാഹത്തിന് പോകുന്നുണ്ട്. അതാണ് ശിഖണ്ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശിഖണ്ഡി എന്നെല്ലാം പറയുമ്പോൾ വേറെ എന്തോ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണെന്നെല്ലാം ധരിച്ചു വെച്ചിട്ടുള്ളത്. അതൊന്നുമല്ല. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ താല്പര്യമില്ല, പക്ഷേ സ്വന്തമായ ചില വിഷയത്തിൻ്റെ പേരിലാണ് അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. അത് ശിഖണ്ഡികളാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ധർമ്മത്തെ പറ്റി ഒന്നും ഒരു ചിന്തയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ മുന്നിൽ നിർത്തണം. ഇവിടെയും നടക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ശക്തികൾക്ക് ശരിയായ ലക്ഷ്യബോധമുണ്ട്. പക്ഷെ അവർ മുന്നിൽ നിർത്തിയിരിക്കുന്നത് മതങ്ങളെ പിടിച്ചിട്ടിട്ടാണ്. മതങ്ങളാണ് അവിടെ കിടന്ന് ഞെരിഞ്ഞമർന്ന് ഇല്ലാതാകാൻ പോകുന്നത്. ഈ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ മതങ്ങളാണ് തമ്മിൽ തല്ലി മരിക്കാൻ പോകുന്നത്. ഒരു മതവും രക്ഷപ്പെടാൻ പോകുന്നില്ല. മതങ്ങളുടെ ഉന്മൂലനമാണ് നടക്കാൻ പോകുന്നത്. മതം എന്ന് പറഞ്ഞാൽ അത് ഭരണാധികാരികളല്ല. ഭരണാധികാരികൾ മതത്തെ പിടിച്ചുകൊണ്ട് കളിക്കുന്നതാണ്. ആ കളികളിൽ ജനങ്ങൾ മടുക്കും. ഇന്നുള്ള മതചിന്തകളെല്ലാം നശിക്കും. ഈ മൂന്നാം ലോകമഹായുദ്ധത്തോടെ മതങ്ങളുടെ പ്രശസ്തി ഇല്ലാതാകും. കാരണം അതാണ് ധർമ്മം. മനുഷ്യനെല്ലാം ഒരൊറ്റ ശക്തിയുടെ കീഴിലാണ്. ആ അവസ്ഥയിലേക്കാണ് ധർമ്മയുദ്ധം കൊണ്ടെത്തിക്കുന്നത്. അതാണ് കുറച്ചുപേരെ അവശേഷിക്കുമെന്ന് പറയുന്നത്. ആ അവശേഷിക്കുന്നവർക്ക് പിന്നെ മതത്തെപ്പറ്റി ചിന്തിക്കാനൊന്നുമില്ല, നിലനിൽപ്പിൻ്റെ വശമാണ്. എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ ഇനി രക്ഷപ്പെടണം. യുദ്ധം നടന്ന് ആകെ നശിച്ചു. അവശേഷിക്കുന്ന നമുക്ക് എങ്ങനെയെങ്കിലും ഈ സംസ്കാരത്തെ ഒന്ന് നിലനിർത്തണം, മനുഷ്യകുലത്തെ നിലനിർത്തണം. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നൊരവസ്ഥയിലേക്ക് ലോകം വരും. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ ആദ്യം നശിക്കാൻ പോകുന്നത് മതങ്ങൾ തന്നെയാണ്. അവരെയാണ് മുമ്പിൽ പിടിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അവർക്ക് ഈ അധർമ്മ യുദ്ധത്തിൽ താല്പര്യമില്ല. ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണ്? എപ്പോഴും പറയുന്നവർ കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള നാറ്റവും വാർഷാ രാഷ്ട്രങ്ങളെ രണ്ടാക്കി തിരിച്ച രണ്ട് ചിന്താഗതികളാണ്. അവർക്ക് അതിൻ്റേതായ രാഷ്ട്രീയ ലക്ഷ്യബോധം. അതാണ് രാഷ്ട്രീയ ലക്ഷ്യബോധം എന്ന് പറയുന്നത്. പുരാണ കഥകളിൽ ഈ ഭാഗവതത്തിലെ ചൂതുകളിക്കെതിരായിട്ടുള്ള അധർമ്മത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ്. അത് രാഷ്ട്രീയം തന്നെയാണ്. ചൂതുകളി എന്ന പരിപാടി നിർത്തുക, ആളെ പറ്റിക്കുന്ന പരിപാടി നിർത്തുക. കൃഷ്ണൻ തന്നെ പറയുന്ന ചൂതുകളിയിലെ ഇങ്ങനെ പറ്റിക്കുന്ന കളിയിൽ ഏറ്റവും വലിയ ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ശക്തി തന്നെ ഓരോ രൂപത്തിൽ മാറിയും മറിച്ചും എല്ലാം പറയുന്നുണ്ട്. കാരണം എല്ലാം അതാണ്. എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. നല്ലയുണ്ടെങ്കിൽ മോശമുണ്ട്, നല്ല കളിയുണ്ടെങ്കിൽ ചൂതുകളിയുണ്ട്. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിന്നാണ് ധർമ്മം പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടക്ക് കടന്നിട്ട് ആദ്യം ഇല്ലാതാകുന്നത് മനസ്സിൽ നിന്നും ഈ മതങ്ങൾ വെച്ചിട്ടുള്ള ചിന്ത, ദൂഷ്യഫലങ്ങൾ ജനം അനുഭവിക്കുന്നുണ്ട്. അവർ ഇതെല്ലാം കൈവടിയും.
ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവസാനം ഉണ്ടാകുന്ന ഈ മഹാഭാരതത്തിലെ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന ലോകം ബാക്കിയുള്ള ജനങ്ങളെ ഏകോദര സഹോദരങ്ങളോടുകൂടി ഒത്തുചേരുന്ന ഒരു ലോകമായിരിക്കും. അവിടെ ചൂതുകളിയും ഉണ്ടാവില്ല. ചൂതുകളിയാണല്ലോ ഇതിലേക്ക് നയിച്ചത്. സ്വാർത്ഥ താല്പര്യങ്ങളാണല്ലോ ഇവിടേക്ക് നയിച്ചത്. സ്വാർത്ഥത പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുമിത്രങ്ങൾ, ശത്രുവില്ല, ബന്ധുമില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം നയിച്ചു, എല്ലാം ബ്രഹ്മമായി കാണുന്ന ഒരു സമൂഹം. ലോകം ഒരൊറ്റ തറവാട്, ഇതെല്ലാം ആ ശക്തിയുടേതാണെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ് ധർമ്മയുദ്ധത്തിൻ്റെ ലക്ഷ്യം, മഹാഭാരത യുദ്ധത്തിൻ്റെ ലക്ഷ്യം. മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ കാലം അവിടേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അത് നമ്മൾ കാണാൻ പോവുകയാണ് അടുത്ത കാലഘട്ടങ്ങളിൽ. നിലനിൽപ്പിൻ്റെ പ്രശ്നം മാത്രമാണ്. പിന്നെ ഇപ്പം നമ്മൾ പ്രളയം കഴിയുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടായിരുന്നല്ലോ. അതിനെക്കാട്ടി എത്രയോ മടങ്ങായിരിക്കും ഈ യുദ്ധം നടന്നു കഴിയാൻ പോകുന്നത്, കാലം എത്തിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു യുദ്ധത്തിൻ്റെ സമയം ഇത് ഉപദേശിക്കുന്നത്. ഇതിനാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു ലോകം ഉണ്ടാക്കുകയാണ്. അതാണ് കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ വെച്ച് ഇത്രയും ഉപദേശിക്കാൻ കാരണം, ഇത് പറയാൻ കാരണം. ഞാൻ ഇന്നത്തെ ഒരു ലോകം ഉണ്ടാക്കും. അതിൽ നിന്നൊന്നും നമുക്ക് മാറാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും പറ്റില്ല. കാലം അവിടത്തേക്ക് കൊണ്ടുപോകും. അത് ട്രംപ് വിചാരിച്ചാലും, ബൈഡൻ വിചാരിച്ചാലും, പുടിൻ വിചാരിച്ചാലും ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇവരെല്ലാം വെറും നിമിത്തങ്ങൾ. ഇവരെല്ലാം നിമിത്തങ്ങളാണ്. ഞാനിത് ഓൾറെഡി തീരുമാനിച്ചു കഴിയുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ എത്തും. അവിടത്തേക്കാണ് എത്താൻ പോകുന്നത്. അവിടെ മതങ്ങൾക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. ലോകമെല്ലാം ഒരൊറ്റ സർവാടായിട്ട് വരും. അതാണ് ധർമ്മയുദ്ധത്തിൻ്റെ ലക്ഷ്യം. അതിലേക്കാണ് അർജുനനോട് പറയുന്നത്, നീ യുദ്ധത്തിൽ പങ്കെടുക്കുക. എന്നിട്ടോ ഇരുവരെന്ന് പറയുന്നു, ഈ പറഞ്ഞ ഈ ധർമ്മമാർഗത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയോടെയും എന്നിൽ ശരണബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്നവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവൻ ആരാണ്? ഈ മാർഗത്തിലൂടെ എനിക്കായിട്ട് സ്വാർത്ഥത കൈവെടിഞ്ഞുകൊണ്ട് കാലം മുന്നോട്ടേക്ക് നയിച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സുന്ദരമായ ലോകത്തിലേക്ക്, വസുദേവ കുടുംബത്തിലേക്ക്, ലോകമേ തറവേടുന്ന ഒരു ലോകത്തിലേക്ക് നയിക്കുന്ന യുദ്ധത്തിൽ നീ പങ്കെടുക്കുക എന്നാണ് അർജുനനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്.